ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ബീച്ചിലേക്കാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ച്. അതിനായിട്ട് രാവിലെ നേരത്തെ എണീറ്റ് ഒന്ന് ഫ്രഷായി ഫറോക്ക് പാലത്തിലൂടെ ഞങ്ങൾ പാസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ദൂരെ ബീച്ച് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. കുറേ ദിവസമായി ബീച്ചിലേക്ക് വന്നിട്ട്. കാരണം മഴ കാരണം എവിടെയും ഇറങ്ങാനായിട്ട് പറ്റില്ല. നല്ല മഴയാണ് കുറേ കാലങ്ങളായിട്ട്. അങ്ങനെ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തു. അങ്ങനെ ഇറങ്ങി നടന്നു. അങ്ങനെ ദൂരത്തുനിന്ന് ബീച്ചിന്റെ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഒരുപാട് ഓർമ്മകൾ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കസിൻസിന്റെ കൂടെയൊക്കെ. നമ്മളിവിടെ വരുമ്പോൾ പല വൈബിലുള്ള ആൾക്കാരെയാണ് കാണാൻ പറ്റുക. ഹായ് ഹലോ. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഷിജിന. ഞങ്ങളിന്ന് രാവിലെ തന്നെ ബീച്ചിൽ ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയത്. വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ, ഒരു മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരിടത്തേക്ക് ഇങ്ങനെ നടന്നു പോവാം. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. ഷിജിനയും ഹസ്ബൻഡും ബിജിത്തും. ബിജിത്താണ് പ്രതിവേട്ടൻ്റെ കൂടെ മുന്നിൽ നടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഓരോ ഏജിൽ ഓരോ ഫ്രണ്ട്സിനെ കിട്ടും എന്ന് പറയില്ല, അതുപോലെ ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് കുറച്ച് ഏജ് ആയതിനു ശേഷം കിട്ടിയ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പം കമ്പനി ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഇവരെ. സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അധികം ആളുകളൊന്നുമില്ല. നടക്കാനായിട്ട് ഇറങ്ങുന്നവരും ആ ഒരു ഇതിലുള്ള ആളുകളും എക്സർസൈസ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ളവരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൂരെയായിട്ട് അവിടെ ഒരു തോണി കാണാനുണ്ട്, മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള തോണി. അപ്പം കുറച്ച് നേരം ആ തോണിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് തോണികളുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ആയിട്ട്. അങ്ങനെ തിരമാലകളുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാ. പക്ഷെ ഇപ്പൊ കുറച്ച് മടിയാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാനായിട്ട്. ആദ്യമൊക്കെ വെള്ളത്തിൽ നിന്ന് കയറാനുള്ള മടിയായിരുന്നു. കുറച്ച് മുമ്പ് വരെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് തോന്നൂല. വേറെയും കുറെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വല വീശുന്നതിന്റെ വീഡിയോ ആണ് അവരെടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് വല വീശുന്നുണ്ട്. ഒരാൾ തോണിയിലും ഒരാൾ പുറത്തായിട്ടും. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഇപ്പൊ ഇതിങ്ങനെ ഇടാൻ എന്താ കാരണം, രണ്ടാൾക്കും വിട്ട് വിട്ട് നിന്ന് ചെയ്തൂടെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇവര് വീശുന്ന സമയത്ത് പോകുന്ന മീനുകൾ ആ ഭാഗത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് വീതപാട് തന്നെ മറ്റേ തോണിയിലുള്ളവർ അവിടെ വന്ന് വല വീശിയിട്ടുണ്ടാവുക എന്ന് തോന്നി. പക്ഷെ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. തോണിയിലുള്ളവർക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഇവർക്ക് അങ്ങനെ ആ സമയത്ത് കിട്ടിയില്ല. പക്ഷെ ബക്കറ്റിലുണ്ടെന്ന് തോന്നുന്നുണ്ട് മീന്. ആ വലയില് എനിക്ക് മീനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വേവ്സിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ നിന്ന സമയത്ത് കാലിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കടലിൽ ഒരുപാട് എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് ഈ അലകൾ നമ്മുടെ കാലിലേക്ക് തൊടാനായിട്ട് വരുമ്പോഴുള്ള ആ ഒരു സമയം. അതുപോലെ തന്നെ ഈ തീരത്തുള്ള ഈ ഷെൽസ് കാണാനും ഭയങ്കര രസം. നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഈ ഷെൽസൊക്കെ ഒരു കളറിലുള്ളതും ഒരു ഡിസൈനുള്ളതൊക്കെ കുറേ ശേഖരിച്ചൊക്കെ ഇരുന്നു അല്ലേ. അപ്പം എത്ര പ്രായമായാലും ഇതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും വിട്ടാലും ഞാൻ അതിന്ന് നല്ലത് നോക്കിയപ്പോൾ എടുത്ത് കൈ പിടിക്കും. ഞാൻ കുറച്ച് പ്രതിയേട്ടനെ പേടിച്ചിട്ടാണ് ഞാനതൊന്നും എടുക്കാത്തത്. എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ വെട്ടുകൾ. അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അതിനോടൊരു കൗതുകമാണ്. അപ്പം അതുപോലെ ഞാനിങ്ങനെ കാല് അതിന് തട്ടിപ്പോ വെള്ളത്തിൽ ആവണ്ടാന്ന് വിചാരിച്ച് വീഡിയോ എടുക്കും വേണം. അപ്പം അങ്ങനെ കടലിൻ്റെ തിരമാലകൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കൊന്ന് റിഫ്രഷ് ആവണമെന്ന് തോന്നിയാൽ നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ബീച്ച്. അപ്പം നമുക്ക് എന്ത് ടെൻഷനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ കുറച്ച് നേരം വന്ന് ഈ കടലിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ നമ്മൾ ആകെ ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പം ഞാനും കുറേ ദിവസമായിട്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഒരുപാട് സുഖം തോന്നി. നമ്മൾ പ്രകൃതിയോട് അടുക്കുന്ന പോലെ തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ. മുമ്പ് ഞാൻ പോത്ത് ഹൗസിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ 2 പോത്ത് ഹൗസ് പ്ലാന്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആണ് അതിൽ മെയിനായിട്ടുള്ള ഭാഗം. അത് തന്നിട്ടുള്ളത് ഈ ഷിജിനയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ മരത്തിന്റെ വേരാണെന്ന് തോന്നുന്നു ഇത് കണ്ടത്. അപ്പൊ നല്ല ഒരു ഷൈനിങ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മരത്തിന്റെ ഒരു കുറ്റിയാണിത്. പക്ഷെ നല്ല ഡിസൈൻ ചെയ്ത പോലെയുള്ള ഭംഗിയുള്ളൊരു മരത്തിന്റെ കുറ്റിയാണ്.
ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മരത്തിന്റെ വേരായിരിക്കും എന്നാ തോന്നുന്നത്. കാരണം അത്രയും അങ്ങനെ പോളിഷ്ഡായി വരണമെങ്കിൽ ഇതിലൊരുപാട് വെള്ളം കേറിയിട്ടും വെള്ളം തട്ടിയിട്ട് പോളിഷായി വരുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അപ്പൊ എത്രയോ വർഷങ്ങള് ഈ കടല് കണ്ട ഒരു മരത്തിന്റെ കുറ്റിയാണ് ആ കിടക്കുന്നത്. ഞങ്ങളങ്ങനെ സ്പീഡിലൊന്നുമല്ല ട്ടോ നടക്കുന്നത്. ഞങ്ങളങ്ങനെ മെല്ലെ നടന്ന് നീങ്ങാണ്. അങ്ങനെയാണ് പ്രാവിനെ കണ്ടത്. പ്രാവിനെ കണ്ടപ്പോ പിന്നെ വളരെയധികം സന്തോഷായി. പ്രാവ്, പക്ഷികളെന്നൊക്കെ പറഞ്ഞാ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ഞാന് പ്രാവിനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് വന്നപ്പോ അതിങ്ങനെ പറന്ന് പൊങ്ങി. അങ്ങനെ അതിന്റെ അടുത്തുന്ന് സൂം ചെയ്യാന് ഇങ്ങനെ മെല്ലെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും പിന്നെയും അവര് പറന്ന് പൊങ്ങാണ്. അപ്പൊ എന്റെ അടുത്തായിട്ട് ആരോ ഒരാളിങ്ങനെ പ്രാവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ട്ടോ. പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഞാന് എന്റെ കോൺസെൻട്രേഷൻ ഫുള്ള് പ്രാവിന്റെ വീഡിയോ എടുക്കുന്നതിലായിരുന്നു ട്ടോ. അങ്ങനെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ കഴിയുമ്പോഴാണ് അവരങ്ങനെ പാസ് ചെയ്ത് പോയത് ഞാന് കാണുന്നത്. അതൊരു യൂട്യൂബർ ആയിരുന്നു എന്നാണ് പിന്നെ ഷിജിന പറഞ്ഞത്. അപ്പൊ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്ന്നൊക്കെ പറഞ്ഞു. പക്ഷേ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാന് പിന്നെയാണ് ഓർത്തത് ശരിക്കും ഒന്ന് പരിചയപ്പെടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പ്രാവ് പറക്കുന്ന ആ ഒരു വീഡിയോ എടുക്കുന്ന തിരക്കിലായിപ്പോയി ഞാന്. അങ്ങനെ ഞങ്ങള് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാ ഒരുപാട് ഇഷ്ടാണ്. അപ്പൊ ഷിജിനയാണെങ്കി ഒരു ചിരിക്കുടുക്കയാണ്. നിഷ്കളങ്കത ഉള്ള ഒരാളുമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു നിഷ്കളങ്കമായ ഒരു മുഖം കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. കാരണം കാണുന്ന ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾക്കായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ട് മടുത്തിട്ടുള്ളതാണ് ഞാന്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഷിജിനനെ പോലെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാനും കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടാണ്. പലപ്പോഴും നമ്മൾ ഇടപഴകുന്ന ആൾക്കാര് നമ്മളെ ലൈഫ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്. കാരണം ചില സമയത്ത് നമുക്ക് അവരായിട്ട് ഒന്ന് ഒത്തുപോവാൻ തന്നെ ഒരുപാട് പ്രയാസാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കില് കഴിയുന്നതും അവരായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആദ്യമൊക്കെ എല്ലാവരായിട്ടും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാലും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളാണ്. പക്ഷെ നമുക്ക് ഏജ് ആവുന്നതനുസരിച്ച് നമുക്ക് അത് ആയിട്ട് പൊരുത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്റെ മെന്റൽ ഹെൽത്തിനാണ്. കാരണം നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഓരോ ഏജ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങള് തിരിച്ച് നടക്കാണ്. പോവാനായിട്ട് ഒരുങ്ങി. സ്റ്റെപ്പ് കേറി മുകളിലേക്ക് നടന്നു. ബീച്ചിനോട് ബൈ പറയാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യാത്തതുകൊണ്ട് കുറച്ചു നേരം നടക്കാനായിട്ട് പറ്റി. അങ്ങനെ ഞങ്ങള് മുകളിലെത്തിയപ്പോഴും ഒരുപാട് പേര് ഇവിടെ നടക്കുന്നുണ്ട് ട്ടോ. അപ്പം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കൂടി വന്നിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട് സംസാരിച്ചും കൊണ്ട്. അങ്ങനെ ദൂരത്തുനിന്ന് നമ്മുടെ കോഴിക്കോട് എഴുതിയത് കണ്ടു. അപ്പൊ ഞങ്ങൾ അവിടെ വന്നിന്ന് ഞങ്ങൾക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മുടെ കോഴിക്കോട് എന്ന് പറയുമ്പം അതൊരു വികാരാണ്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിൽ നിന്നൊന്ന് പോസ് ചെയ്തു. ഷിജിനേന്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ അപ്പോഴും അവിടെ ബീച്ചിൽ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ട്ടോ. അപ്പൊ നമുക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ നിന്ന് പോവാൻ തന്നെ തോന്നൂല. അത് കുട്ടിക്കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്ഥിതി അത് തന്നെയാണ് ട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി. അപ്പോഴാണ് ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ കണ്ടത്. അപ്പൊ നമുക്ക് ഈ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. അങ്ങനെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുടെ പല്ലൊക്കെ ഒന്ന് തൊട്ട് നോക്കിട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ആഡിലൊക്കെ ഉള്ള പോലെ. അത് കഴിഞ്ഞ് ഇവരുടെ ഈ കൊത്തുപണികളുടെ ഒക്കെ ഭംഗി ആസ്വദിച്ചു ട്ടോ. അപ്പം ഇതിപ്പോ അങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റാത്തതല്ലേ. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് തമിഴ്നാട്ടില് ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം. ആ സമയത്തൊക്കെ അവിടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള കൊത്തുപണികൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ട്ടോ. അപ്പൊ അതിലൊരു കഥ തന്നെ അവര് പണിതിട്ടുണ്ടാവും. ഓരോ സ്റ്റോറീസ് ആണ് അതിലെ കൊത്തുപണിയിൽ കൂടെ അവര് പറയുന്നത്. അതുപോലെയുള്ളതൊക്കെ എല്ലാം കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു. അവിടെ ഞങ്ങള് രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പം ഇനി അതിൻ്റെ ഡിസ്കഷനാണ് എവിടുന്നാ കഴിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഷിജിനയും ഹസ്ബൻഡ് ബിജിത്തും ഒരുപാട് സപ്പോർട്ടീവ് കപ്പിളാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ അവർ ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുള്ള ആൾക്കാരാണ്.
അവർക്കും ഞങ്ങളെ പോലെ തന്നെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ മൂത്ത മോള് ചെറുതാവുന്ന സമയത്ത് അവൾ ചെറിയ പൂച്ചക്കുട്ടീനെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടിയൊക്കെ ഞാൻ കുറേ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കേട്ടോ. അവരുടെ വീട് മാങ്കാവാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ടൗണിൽ ബീച്ചിലും നടക്കാനായിട്ടും എല്ലാം വരാറുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ മുന്നിൽ പോവുകയാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകാനുള്ളത്. അപ്പം ഞങ്ങൾ അവരുടെ ബാക്കിൽ അങ്ങനെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ബോംബെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ബോംബെ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് തന്നെ അവരുടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാറ് നിർത്തി ഞങ്ങൾ മെല്ലെ ഉള്ളിലേക്ക് കയറി ചെന്നു. അവിടെ മുമ്പ് തന്നെ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നാക്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു, സ്നാക്സ് പോരാ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ടേബിളൊക്കെ കിട്ടി, ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അങ്ങനെ കൈ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് ഞങ്ങളങ്ങനെ സംസാരത്തിലായിപ്പോയി. സത്യം പറഞ്ഞാൽ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ കുറേ കഴിച്ച് കഴിഞ്ഞ് പകുതി ആയതിന് ശേഷമാണ് അത് ഓർത്തത്. ബോംബെ ഹോട്ടലിൽ എപ്പോൾ വന്നാലും നല്ല തിരക്കാവും. അത് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. എപ്പോഴും രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ ആളുകൾ തിങ്ങി നിറയുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഷിജിനും വിജിത്തും യൂട്യൂബിൻ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷനാണ്. അപ്പം ഞാനൊരു ഹോബി ആയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു രീതി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചാനൽ തുടങ്ങുന്നതിന് മുമ്പും ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വീഡിയോ എടുത്തിട്ട് അത് ഞാനിതുപോലെ ഒരു ഇതാക്കിയിട്ടൊക്കെ ചെയ്ത് വെക്കാറുണ്ട് പിന്നീട് കാണാനായിട്ട്. അപ്പോൾ പിന്നെ ചാനലായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പോയി. അങ്ങനെ ഇന്നത്തെ ബീച്ചിലേക്കുള്ള യാത്ര കഴിഞ്ഞു. ശരിക്കും ഒന്ന് റിലാക്സ്ഡായി, ഒന്ന് സന്തോഷിച്ചു, എൻ്റർടൈൻഡായി അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ സൗത്തിലേക്ക് തിരിച്ച് പോരുകയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബീച്ച് വഴി തന്നെ തിരിച്ച് കുറേ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെയും ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും സൗത്തിലേക്ക് പോകുന്ന സമയത്ത്. അവിടെ ഇരിക്കാനുള്ളതും ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് നമ്മുടെ ബീച്ചിലേക്കുള്ള യാത്ര അവസാനിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.